അല്ല ആരോ കാണിച്ചുതരാന്ന് പറഞ്ഞ് ഒരെണ്ണം ഒരെണ്ണമല്ല രണ്ടെണ്ണം. വന്ന കാലത്ത് ആളുകൾക്ക് ഈ ആശയത്തോട് ഒരു പ്രണയമായി പോയി. ഒരു സിദ്ധാന്തം വരികയാണ്. എന്തൊരു മനോഹരമായ സിദ്ധാന്തം. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? തുല്യരായിരിക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ കാലഘട്ടത്തിന് മനസ്സിലായി അങ്ങനെയല്ല. ചെയ്യുന്ന പണിക്കുള്ള റിവാർഡാണ് എല്ലാം. അത് ശരിയാ. വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. എന്ത് ഇല്ലോജിക്കൽ കോമ്പിനേഷൻ ആണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. പ്രവാസി എന്ന് പറഞ്ഞാൽ മൊണാർക്കിയുള്ള രാജഭരണമുള്ള മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി താമസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സോഷ്യോ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരവിടെ അവിടെ നിൽക്കുകയും അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുകയും ചെയ്യും. അവർ കമ്മ്യൂണിസ്റ്റായി നിൽക്കുകയും ചെയ്യുന്നു. പക്ഷെ അവിടെ അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റും ഇല്ല. നാട്ടിൽ ഇത് ഇറക്കാൻ പറ്റുള്ളൂ. നിഷേധിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഇത് CPM പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണ പ്രഖ്യാപനം നടത്തി ഏകാധിപത്യ രാജ്യമായി പ്രഖ്യാപിച്ചൂടെ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ജനാധിപത്യം എന്തിനാ പറയുന്നത്? ലജ്ജയില്ല ഈ ഇടതുപക്ഷക്കാർക്ക് ഇത് പറയാൻ? എത്ര ലജ്ജാവഹം! പിണറായി വിജയനെ പട്ടി എറിയുന്ന പോലെ എറിഞ്ഞൂടെ? എറിയാൻ സാധിക്കില്ലേ ആർക്കും? തമാശ കളിക്കരുത്. ഇനി ഒരു അടി നമ്മളെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ ഇങ്ങനെ വച്ചോണ്ടിരിക്കാതെ വേഗം ഊതിക്കെടുത്തുന്നതാ ബുദ്ധി. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് കത്തും. ഇത്രയും നറുകെട്ട സംഭവം, ഇത്രയും നാണം കെട്ട സംഭവം ഇയാളെ കാലത്തല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇത് ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാജ്യത്തിന് അപമാനം മാത്രമല്ല അപശകുനമാണ്. ഞാൻ ഇനി ചിലപ്പോ നന്നായാലോ. സംരക്ഷിക്കാനാണ് ഈ തല്ല് എന്ന് പറയാൻ ജനങ്ങളോടല്ലേ പറയുന്നത്? വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമല്ലേ? ഈ നാട്ടിലെ ജനങ്ങളെ മുഖത്ത് നോക്കിയിരുന്ന് പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജയില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഇത് പുലി തന്നെ. ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ. അങ്ങനെ വാഹനാപകടത്തില് ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.